നമ്മളെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ എമിൻ്റെ ബർത്ത്ഡേ ആണ്, അതിനുള്ള ഒരുക്കങ്ങളാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പോയത് എമിക്ക് ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഗിഫ്റ്റൊക്കെ നോക്കിയെടുത്ത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിങ്ങാണ്ട് ചായയൊക്കെ കുടിച്ചിട്ട് പിന്നെ നമ്മൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോയത്. ഡ്രസ്സ് എടുക്കലൊക്കെ കഴിഞ്ഞ് തൊപ്പി സെലക്ട് ചെയ്തിട്ട് ഏതും എമിക്ക് പറ്റണില്ല. ലാസ്റ്റ് ഒന്ന് എടുത്ത് പോന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഡെക്കറേഷന് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. കേക്ക് ഞാൻ തന്നെ ഉണ്ടാക്കണം, അപ്പോൾ അതിന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങി. പിന്നെ നമ്മൾ പോയത് ഹെയർ കട്ടിങ്ങിനാണ് കേട്ടോ. അങ്ങനെ എൻ്റെ ആങ്ങളെ തന്നെയാണ് കേട്ടോ മുടി വെട്ടി കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തി. കേക്ക് ഉണ്ടാക്കാൻ അത്ര വലിയ വിഷമൊന്നും ഇല്ലെങ്കിലും തട്ടിക്കൂട്ടി ഞാനൊരു കേക്ക് ഒപ്പിച്ചിരിക്കണം. ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ കേക്കിൻ്റെ. പിന്നെ ഡെക്കറേഷനൊക്കെ ചെയ്തു. ഒരു രാത്രി 1 മണിയൊക്കെ ആകുമ്പോഴാണ് കേട്ടോ ഞാൻ ആ ഡെക്കറേഷനൊക്കെ ചെയ്ത് തീർത്തത്. പിന്നെ നമ്മൾ ഉച്ചക്കൊക്കെ ബിരിയാണിയാണ് വിചാരിക്കണം. അപ്പോൾ ഉമ്മ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ കേക്ക് തികയില്ല എന്ന് വിചാരിച്ച് ഞാനൊരു കുഞ്ഞു കേക്കും കൂടി പിന്നെ ഉണ്ടാക്കി. പിന്നെ കുറച്ച് കപ്പ് കേക്കും ഉണ്ടാക്കി. ഉമ്മ പായസത്തിൻ്റെ പരിപാടിയിലാണ് കേട്ടോ. ഒന്ന് അടുക്കള ഫുള്ള് ഞാൻ ഉമ്മക്ക് വിട്ടു കൊടുത്തേക്കാണ്. അപ്പോൾ എല്ലാവരും ചോറ് കഴിക്കാനൊക്കെ ഒരുങ്ങി. ചോറ് വൈ കഴിഞ്ഞങ്ങാണ്ട് വേഗം പരിപാടിയിലേക്ക് കിടന്നപ്പോൾ തന്നെ എല്ലാവരും എത്തിയിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ സെറ്റ് ചെയ്തത് കേട്ടോ ബർത്ത്ഡേക്ക് വേണ്ടിങ്ങാണ്ട്. ഒരു തട്ടിക്കൂട്ടലാണ് ഗൈസ്. പിന്നെ ഇതൊക്കെ നമുക്കൊരു ഇഷ്ടമാണല്ലോ, നമ്മളെ കുട്ടികളെ പരിപാടിയൊക്കെ ഇങ്ങനെ നടത്തണം. ഇതിൻ്റെ മുന്നേ നമുക്ക് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു, നമ്മളെ മൂത്ത മോൻ്റെത് ചെയ്യണം എന്നൊക്കെ. പക്ഷെ അന്നൊന്നും നമുക്കതിനെ പറ്റിയ സാഹചര്യങ്ങളോ കാര്യങ്ങളോ ഒന്നും ആയിരുന്നില്ല. ഇപ്പോൾ ആൾ ഞങ്ങളെ കൂടെ ഇല്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇവനുണ്ടായതിന് ശേഷം പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്യണം, നമുക്ക് മുന്നേ ചെയ്യാൻ കഴിയാത്തതൊക്കെ ഇവനൊക്കെ ചെയ്തു കൊടുക്കണം എന്നുള്ളൊരു മൈൻഡിലാണ് കേട്ടോ ഇപ്പോൾ ഇതൊക്കെ ചെയ്യണത്. ഇട്ട് കൊടുത്താൽ എല്ലാ സൈഡും ഒന്ന് അതാണ് നോക്കണം. എന്തോ ഉണ്ട് കിട്ടുന്നുണ്ടോ? കഴിച്ചോ കേക്ക് കൊടുക്കും. ഇങ്ങനെയൊക്കെ ഇരുന്നിട്ട് അവിടെ സംഭവിച്ചത്. അങ്ങനെ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞങ്ങാണ്ട് പായസം കുടിക്കാനൊരുങ്ങി. എല്ലാവരും പായസം കുടിക്കണ തിരക്കില്ല കേട്ടോ. അത് കഴിഞ്ഞ് ഇതാ കപ്പ് കേക്ക് വേണമെന്ന് കുട്ടികൾ വാശി പിടിച്ചപ്പോൾ ഉമ്മ അതൊക്കെ എല്ലാവർക്കും എടുത്തു. എമിക്ക് നമ്മൾ വാങ്ങിയത് ഇതായിരുന്നു കേട്ടോ. ഗിഫ്റ്റ് എനിക്ക് കൊടുത്ത ഗിഫ്റ്റ് ഇതാണ്. ഇത് കിട്ടിയതിന് ശേഷം പിന്നെ ആളതുമെന്ന് ഇറങ്ങണില്ല, അതുമ്പോൾ തന്നെയായിരുന്നു. പുറത്തൊക്കെ ഇറക്കണം പറഞ്ഞാൽ പുറത്തൊക്കെ ഇറക്കി. കഴിഞ്ഞാണ്ട് നമുക്ക് ഗിഫ്റ്റ് കിട്ടിയത്. പിന്നെ എല്ലാവരോടും ഗിഫ്റ്റ് കൊണ്ടുവരരുത് എന്ന് പറഞ്ഞിരുന്നു കേട്ടോ. കാരണം നമ്മൾ മുന്നത്തെ ബർത്ത്ഡേക്ക് ഇതേപോലെ എല്ലാവരും ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ട് മുന്നത്തെ ഗിഫ്റ്റുകൾ തന്നെ അവിടെ കിടക്കുന്നുണ്ടോ. എന്നിട്ടും പറഞ്ഞിട്ട് കേൾക്കാനായിട്ട് നാത്തൂന്മാർ കൊണ്ടുവന്ന ഗിഫ്റ്റുകളാണ് കേട്ടോ ഇതൊക്കെ. ഉമ്മ വന്നപ്പോൾ ഓരോട്ടും ഡ്രസ്സും കൊണ്ടുവന്നു, ഇവർ കളിസാധനങ്ങളൊക്കെ കൊണ്ടുവന്നത് കേട്ടോ. എല്ലാവർക്കും ഈ പെട്ടിയിൽ എന്താണെന്ന് അറിയാനായിട്ട് ഭയങ്കര ആഗ്രഹം. ഇത് നല്ല ക്യൂട്ടായിട്ടുള്ളത് പൊതിഞ്ഞൊക്കെ കൊണ്ടുവന്നിരിക്കണം. നാത്തൂൻ്റെ
മോള് കൊണ്ടുവന്നതാണ് കേട്ടോ. ഇതോള് ഉണ്ടാക്കിയതാണ് എന്നാണ് എൻ്റെ ഒരു ഇങ്ങനത്തെ കഴിവുകളൊക്കെ ഉള്ള ഒരാളാണ് ഓള്. അപ്പോൾ ഓള് ഉണ്ടാക്കിയതാണെന്നാണ് എൻ്റെ ഒരു സംശയം. ഞാൻ പിന്നെ ചോദിച്ചിട്ടും ഇല്ല കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എമി ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്താ അതിലെന്ന് അറിയാൻ വേണ്ടി. നല്ല ഭംഗിയുള്ളൊരു പാവക്കുട്ടിനെ ഉണ്ടാക്കിയിരിക്കണം അവള്.